ഹലോ മക്കളെ. അപ്പൊ നമ്മുടെ സ്റ്റേ എക്സാമിന് ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ, അല്ലെ? അപ്പം ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒത്തിരി കോണ്ടന്റ്സ് പഠിച്ച് എന്താ പറയാ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെ? ഇംപ്രൂവ്മെന്റ് ഓർ സ്റ്റേ എക്സാം. ഓക്കെ. അപ്പം മിസ് ഇന്ന് ബയോളജീന്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ചാൻസ് ആണ്, അല്ലെ? ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് അതൊന്നും കൂടെ കൃത്യമായിട്ട് പഠിച്ച് എന്താണ് ബെറ്റർ മാർക്കിലേക്ക് എത്താനുള്ള ഒരു ചാൻസും, അതുപോലെ തന്നെ സ്റ്റേ എക്സാം എഴുതുന്നവർക്ക് ഒരു ഒരു ചാൻസ് കൂടെ കിട്ടുകയാണ്, അല്ലെ? നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം നമുക്കത് പാസ്സാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അതൊരു വലിയൊരു പ്രശ്നമല്ല. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് ആ ദിവസത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവാം, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും. ഇറ്റ്സ് ഫൈൻ. പക്ഷെ നമുക്ക് ഒരു ചാൻസും കൂടെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു ചാൻസ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും നമുക്ക് പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ ബയോളജി എക്സാം, അല്ലെ? അപ്പൊ ഈ ബയോളജിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടണിയിൽ ഈ വർഷം, അതായത് +2 നമുക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്, അല്ലെ? അതായത് ബോട്ടണിയിൽ നമുക്ക് ഏകദേശം 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അല്ലെ? ആകെ 5 ചാപ്റ്റർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 മാർക്ക് വരെ അവിടെ സ്കോർ ചെയ്യത്തില്ലേ? 15 അല്ല, സുഖമായിട്ട് നമുക്ക് ഒരു 25 വരെ സ്കോർ ചെയ്യാം, അല്ലെ? ഒരു 25 വരെ സ്കോർ ചെയ്യാം. അപ്പൊ ഏകദേശം നമുക്ക് ഒരു സേഫ് സോണിലാക്കാൻ ബോട്ടണി തന്നെ അവിടെ ഉണ്ട്, അല്ലെ? ബാക്കി മാർക്സ് നമുക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാം? സുവോളജിയിൽ നിന്നും സ്കോർ ചെയ്യാം. ഓക്കെ, ഒരു 5 മാർക്സും കൂടെ, അല്ലെ? ഒരു 10 മാർക്സും കൂടെ കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, റൈറ്റ്? അപ്പൊ ഇവിടെ +2 ബോട്ടണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. എല്ലാത്തിലും ഈ ഒരു പെർട്ടിക്കുലർ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടാണ് വരാറ്. പക്ഷെ ഒരു 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുമുണ്ട്. അതായത് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും 7 മാർക്ക് വരെയൊക്കെ ചോദിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെ? പിന്നെ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് സെക്കൻഡ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. അതിൽ നിന്നും നമ്മളോട് ഒരു 6 to 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്ററും നമ്മൾ അതേപോലെ പഠിക്കുക. പിന്നെ വരുന്നതാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 മാർക്ക് വരെ അല്ലെങ്കിൽ ഒരു 4 മാർക്ക് വരെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കുക. പിന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. അത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. 5 മാർക്ക് വരെയൊക്കെ മാക്സിമം വരുള്ളൂ. പക്ഷെ എന്താണ്, പഠിക്കാനും വായിക്കാനും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും. അതുപോലെ ലാസ്റ്റിലേക്ക് വരുന്ന എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററും. ആ 2 ചാപ്റ്ററും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് 10 മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം, അല്ലെ? ഇവിടെ ഈ 2 ചാപ്റ്ററിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും എന്താണ് നമുക്ക് ഒരു 10 മാർക്ക് വരെ സ്കോർ ചെയ്യാം. എന്നിട്ട് ബാക്കി 3 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണ് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഒരു 20-25 റേഞ്ചിൽ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും, അല്ലെ? അല്ലെങ്കിൽ ഒരു 20 എക്സാം മാർക്കാണ് ഞാൻ പറയുന്നത്. ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് എന്താണ് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഈക്വൽ ആയിട്ട് തന്നെ പഠിക്കണം. പക്ഷെ അതിൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം സെക്ഷൽ റീപ്രൊഡക്ഷൻ, പിന്നെ എന്താണ് ഓർഗാനിസം, പിന്നെ അതുപോലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, പിന്നെ എക്കോസിസ്റ്റം, ആൻഡ് ലാസ്റ്റ് എന്താണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. പിന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ പ്രോസസ് അതുപോലെ ആപ്ലിക്കേഷൻ ഒരുമിച്ച് പഠിച്ചു പോകണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് എക്സാമിന് മിസ് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചുകൂടെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യണം എന്നല്ല മിസ് ഉദ്ദേശിക്കുന്നത്. കാരണം ആകെ 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എന്താണ് നന്നായിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് നമ്മുടെ സുവോളജിന്റെ കേസാണ്. സുവോളജിയിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അല്ലെ? അത്യാവശ്യം എന്താണ് കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് സുവോളജിയിൽ. +2 ഇപ്പം സ്റ്റേ എക്സാം എഴുതാൻ പോകുന്നവർക്ക്, റൈറ്റ്? പക്ഷെ അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് മാക്സിമം എപ്പോഴും നമുക്കൊരു ഇവിടെ 3 സ്കോർ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളോട് ഒരു 6 മാർക്ക് വരെയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്
നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഇനിയിപ്പം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതിൽ നിന്ന് ചിലപ്പോൾ 2 മാർക്ക് വരെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് വെക്കാം, ഇനി പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഓക്കെ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതുപോലെ തന്നെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 ചാപ്റ്ററും ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് മിസ്സിന് അറിയാം. എന്നാലും നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് ആ 2 ചാപ്റ്റർ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വരുന്നതാണ് നമ്മുടെ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, എവല്യൂഷനും ചിലർക്ക് കുറച്ച് ടഫ് ആയിരിക്കും. ഈ 3 ചാപ്റ്ററിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ കുറവ്, കമ്പാരിറ്റീവ്ലി കുറവ് എന്താണ്, നമ്മുടെ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. പിന്നെ നമ്മുടെ ഡിസീസസിന്റെ ചാപ്റ്റർ, അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒരു 3 മാർക്ക് 4 മാർക്ക് വരെ, മാക്സിമം 4 മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ. പിന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതായത് ലാസ്റ്റിലേക്ക് പഠിക്കാനാണ് മിസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 2 മാർക്ക് അല്ലെ 1 മാർക്ക് ആ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പം എക്സാം എഴുതുന്നവർ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആവശ്യം ആയിട്ടുള്ള കാര്യം, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങളൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്താലും ഇറ്റ്സ് ഫൈൻ. പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, അത് സിമ്പിൾ ചാപ്റ്റർ അല്ലേ മക്കളെ? അപ്പൊ ആ ചാപ്റ്റർ നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് രണ്ടും നിങ്ങൾ എന്താണ് ലാസ്റ്റിലേക്ക് വെക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നല്ലതുപോലെ പഠിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നല്ലപോലെ വായിച്ച് പഠിച്ച് അതിൽ നിന്നുള്ള 1 മാർക്ക് പോലും കളയാതിരിക്കും. ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്, അല്ലെ? ഒന്നെങ്കിൽ ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അത്യാവശ്യം പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് നാം മാക്സിമം സ്കോർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് എന്താണ് സ്കോർ കൊണ്ടുവരാം. പക്ഷെ എന്താണ്, അവിടുത്തെ ആ ഒരു വെയിറ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ച് കുറവായിരിക്കും, അല്ലെ? അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് 1 മാർക്ക് പോലും പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, സോ അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ എക്സാം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ ഇതില് ഈ ഒരു ചാപ്റ്റേഴ്സ്, അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാനല്ല മിസ് പറയുന്നത്, പക്ഷെ ലാസ്റ്റിലേക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. അതുപോലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് പഠിക്കണം, പക്ഷെ ബയോടെക്നോളജിന്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ എന്താണ് കുറച്ചൊന്ന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ഇത്രയും ചാപ്റ്റേഴ്സ് എന്താണ് നിങ്ങളൊന്ന് ലൈറ്റ് ആയിട്ട് പഠിച്ചാൽ പോയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മിസ് പറഞ്ഞ പോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സും, അതുപോലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, ഈ 2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സുവോളജിന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും, അതുപോലെ എവല്യൂഷനും, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഓർഡർ ആക്കിയിട്ട് പഠിക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറെ ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും കാണുന്നതിന് പകരം ഷോർട്ട് ആയിട്ട് ഓരോ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിൽ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും തന്നെ നമ്മൾ കഴിഞ്ഞ ഇയറിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 1 ഷോട്ട് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സും എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി അത് മാത്രമായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ PYQ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു 4 വർഷത്തെ PYQ വൃത്തിയിൽ സോൾവ് ചെയ്താൽ തന്നെ നമുക്കൊരു ഹാഫ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അറിയാം, പക്ഷെ PYQ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ, ഓക്കെ, ഇപ്പം ബയോടെക്നോളജിന്റെ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എടുക്കാം. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല, അല്ലെ PCR ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം ആ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുക. അതിൽ കൂടുതൽ ടൈം എടുത്ത് ഇനി കളയാനുള്ള സമയം നമുക്കില്ല. കാരണം നമ്മൾ ഈ 1 വർഷം മൊത്തം പഠിച്ചതാണ് നമ്മൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, അല്ലെ? ഒരു 20 ദിവസം മാക്സിമമേ നമ്മുടെ മുന്നിലുള്ളൂ, റൈറ്റ്? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകാതിരിക്കുക. പക്ഷെ അതേ സമയത്ത് ഈസിയർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പൊ പിന്നെ ബോട്ടണിയിൽ എന്താണ്, നമുക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ്, അവിടെ മാക്സിമം സ്കോർ ചെയ്താലും നമുക്ക് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെ നിങ്ങൾ നോക്കുക. അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന്
എന്താണ് പാസ്സാവാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. പിന്നെ നമ്മൾ എക്സാമിന് ഫെയിൽ ആയി എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ തോൽവിയായിട്ടൊന്നും ആരും കാണേണ്ട ആവശ്യമില്ല. ഒരിക്കലും അങ്ങനെയല്ല. കാരണം വളരെ ചെറിയ പെർസെന്റേജ് വാങ്ങിയവരും അതുപോലെ ഒരു തവണ എക്സാം എഴുതി ഫെയിൽ ആയി പിന്നീട് എഴുതി കിട്ടിയവരൊക്കെ എന്താണ് പലതരത്തിലുള്ള നല്ല പോസ്റ്റിലേക്കൊക്കെ എത്തിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പം മക്കൾക്ക് അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ. മെഡിസിന് സീറ്റ് കിട്ടിയവരുണ്ട്. അത് കൂടാണ്ട് IITസിലും NITസിലും ഒക്കെ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് പിന്നീട് എത്തിയവരൊക്കെ ഉണ്ട്. ഓക്കെ. അങ്ങനെ പിന്നീട് എന്താണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എഫേർട്ട് ഇട്ടു. അതുപോലെ തന്നെ നല്ലോണം ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അവർക്കത് പിന്നീടുള്ള കാലത്ത് കൃത്യമായി പഠിക്കാനും സ്കോർ ചെയ്യാനും നല്ല ജോലിയിലേക്ക് എത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ലൈഫിന്റെ അവസാനമല്ല, അല്ലെങ്കിൽ ലൈഫിലെ ഒരു വലിയ തോൽവി ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുക, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് മാക്സിമം എഫേർട്ട് ഇടുക. ഇന്നത്തെ ദിവസം ഓക്കെ, നാളത്തേക്ക് വെക്കരുത്. ഇന്ന് തന്നെ എന്താണ് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഏകദേശം ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബയോളജി നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ സേ എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ വീണ്ടും ഇതേപോലെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാം. സോ ബൈ ബൈ. താങ്ക് യു.